ഇത്ര നേരം വെറുതെ വെച്ചിട്ട് നിൽക്കുക. ഇതാ അത് വാഴയിൽ കണ്ട എന്താലേ ഒച്ചിരിക്കുന്നു. രാവിലെ ഇങ്ങനെ മേഞ്ഞിട്ടില്ല, എന്നാലും മേഞ്ഞു. അവർക്ക് രാവിലെ ചൂട് തന്നെ. അതിന് നമ്മൾ വൈകുന്നേരം അരമണിക്കൂർ മുമ്പ് വിട്ടെടുക്കണം. നല്ല രസമുള്ള വെയിലും ഇപ്പൊ വാങ്ങി കൊടുക്കുകയും ചെയ്യും. ഒരു മണിക്കൂറിൽ 10 മിനിറ്റ് സമയം പാഴാക്കാൻ പാടില്ല, പിന്നെ മേച്ചിലെടുക്കണം. ഇതുണ്ടല്ല അവനക്ക് രാവിലെ ഒക്കെ പുറു പറഞ്ഞിട്ട് പറയണ്ട, അവൻ കേട്ട വരും. ഇതൊക്കെ നല്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടം പോലെ തിന്നാനുണ്ട്. ആർക്കാ അത് മുളഞ്ഞ് തിന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോ അത് വന്നിരിക്കുന്നു. ശരി, അള്ളാഹു വേറൊരു വഴി കാണും. പോട്ടെ, എല്ലാം ചെയ്യുന്നുണ്ട്. അത് നല്ല കുട്ടിയായിരുന്നു അല്ലേ. ഇവിടെയെങ്കിലും നിന്നിട്ട് എങ്ങനെയെങ്കിലും കാല് ശരിയായി വരുന്നുണ്ടാവും മെല്ലെ മെല്ലെ. അത് അവിടെ ആയപ്പോ നമുക്ക് നോട്ടവും കിട്ടിയില്ല, സമയവും ഇല്ല. പോകും ബേജാറിലൊക്കെ ചെയ്തിട്ട് കൂട്ടിലടച്ചിട്ട് മേഞ്ഞിട്ടില്ലെങ്കിലും വേണ്ടില്ല, മറ്റുള്ള തീറ്റയൊക്കെ കൊടുത്തിട്ട് ഓടി പറന്ന് നമ്മൾ വന്നു. എന്ത് കഷ്ടകാലാണ് അതുപോലെ. അത് കണ്ടാ ആ പെണ്ണ് നമ്മ ആദ്യം ഒരു തണുപ്പ് പ്രദേശത്ത് ആട് മേയ്ക്കണില്ലേ, മറ്റേ അറബി രാജ്യത്ത് അതുമാതിരി ഉണ്ട്. എന്തോ രസല്ലേ സ്ഥലം. ഞാൻ അത് കാണല്ലേ. 40 ലക്ഷം രൂപ കൊണ്ടുപോയി അവിടെ ഒരു 2-3 ഏക്കർ സ്ഥലവും വാങ്ങി. എന്താ അവൻ സ്വത്തുണ്ടെന്നേ പറയില്ല. കണ്ട അതന്നെ ഏതോ മലിന്റെ മേലെ എവിടെയോ എന്തോ സ്ഥലം പറഞ്ഞു, അതിലുണ്ട് സ്ഥലം. പക്ഷെ അവൻ സംസാരിക്കണ്ടേ. ഒറ്റക്ക് ഒഴിഞ്ഞിരിക്കല്ലേ, ആരുടെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ. പണിക്കാർ 2-3 പേരും ഉണ്ടാവും. ഇവരും അമ്മയും പെങ്ങളും ആണ് ഒപ്പം കൂടെ പണി. ഇല്ലേ ഇപ്പൊ അതന്നല്ലേ അവൻ പറയണ്ടല്ലോ, അതാ ഞാൻ പൊണ്ണു പാക്ക പോറേ, എനിക്ക് പാക്ക கூட வர்றது யாரு பார்த்தீங்களா, அது எங்க அம்மா, இது எங்க அக்கா. പെങ്ങളും അമ്മയും ഉണ്ട്, അളിയനായിരിക്കുവോ? അയ്യേ, അതാണ് എന്തായിക്കണ്. 3 ലക്ഷത്തി ചില്ലറ ആൾക്കാർ കണ്ടിരിക്കണം, 3 കോടി ചില്ലറ ആൾക്കാർ. അത് ആരാണെന്ന് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. അമ്മയും പെങ്ങളെ അവൻ കാണിച്ചിട്ടുണ്ട്. അടിച്ചാൽ മതി അലിമ, അപ്പൊ അവന്റെ ആരെ വയറലായ വീഡിയോ അതിൽ കാണുമല്ലോ. എന്താ കൊടുക്കി ചടേന്ന് ഒന്ന് കൊടുക്കി. ഉമ്മാക്ക് മക്കൾക്ക് മാത്രമേ ഉള്ളൂ. അത് നോക്ക്, പനിക്കൂട്ടന്റെ ഡീസന്റ് കണ്ട് പഠിക്കി. ഇതാ രാവിലെയൊക്കെ എങ്ങനെ നന്നായി, അത് ഇനി കുറച്ച് കഴിഞ്ഞാൽ അതേപോലെ തുടങ്ങും. എന്നിട്ട് അമ്മനെ കൊണ്ടുവന്നിട്ട് സ്കൂട്ടറിൽ ഇറക്കുമ്പോ ചെയർ വെച്ചിട്ടാണ് ഇറക്കുന്നത്. അതാണ് വയറിലായിരിക്കുന്നത്. പിന്നെ അമ്മല്ലേ, അവനില്ലേ മറ്റേ ഒരു ഇത് പറയണ്ടല്ലോ, പണിക്കാരൻ്റെ അടുത്തൊക്കെ പെണ്ണ് നോക്കാൻ പോ, നീ ഇങ്ങനെ ഇരുന്നാൽ പറ്റുമോ ചോദിക്കണ്ടേ. ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, പിന്നെ പൊണ്ണപ്പാറ് പറഞ്ഞാൽ എപ്പടി, ഏതാവത് പൊണ്ണ് പിന്നാലെ പോയി പാറടാ പറയുന്നത്. അപ്പോൾ അവൻ പറയാണ്, ഞാനിപ്പോൾ ഏതാവത് പൊണ്ണ് പിന്നാലെ പോകണമെന്നാ ഒരു പൊണ്ണോടെ ബാഗ് എടുത്തിട്ട് ഓടണം, അപ്പോൾ എൻ്റെ പൊണ്ണ് എന്നെ പിന്നാലെ ഓടി. അതൊക്കെ കോമഡിയല്ലേ. അത് നന്നായിട്ട് നല്ല രസമുണ്ട്.